വൈകുന്നേരത്തെ ചായക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും വേണ്ട. അതുപോലെ മാവ് കുഴച്ച് പരത്തണ്ട, മസാല വഴറ്റണ്ട, അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് പറയാൻ കാരണം തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ആവിയിൽ വേവിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് അവിലാണ്. അപ്പോൾ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മട്ട അവിലെടുത്തത്. അപ്പോൾ വെള്ള അവിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മട്ട അവിലാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു കപ്പ് അവിൽ മതിയാകും. ഒരു 4 ആൾക്കുള്ള അളവിനൊക്കെ നമുക്ക് അത്രയും മതിയാകുമേ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവിൽ കഴുകിയിട്ട് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവും കഴുകുമ്പോൾ ഒരുപാട് നമ്മൾ നെല്ലിൻ്റെ ഉമിയൊക്കെ ഉണ്ടാകും. അതുപോലെ 2-3 പ്രാവശ്യം കഴുകിയാൽ ഇത് നല്ലപോലെ ഒന്ന് വൃത്തിയാകുള്ളൂ. അപ്പോൾ ഞാനിതൊന്നങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 പ്രാവശ്യം ഞാനിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുതിരാൻ വേണ്ടി മാത്രം ഒഴിച്ചാൽ മതി, വെള്ളം ഒരുപാട് വേണ്ട. അപ്പോൾ കുറച്ച് സമയം ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത്രയും മാത്രം നമുക്ക് വെള്ളം മതിയാകും. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലോണം തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം കുതിർന്ന് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വെള്ളം ഒരുപാട് ഇതിൽ ആയിപ്പോയിട്ട് തന്നെ നമുക്കിതൊന്ന് അവിലൊന്ന് നല്ലോണം പിഴിഞ്ഞെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ നോക്കുമ്പോൾ എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിലില്ല. അപ്പോൾ സ്പൂൺ കൊണ്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അങ്ങ് പിഴിഞ്ഞു കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ സ്നാക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു അടികട്ടിയുള്ള ഒരു പാനോ ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് മുഴുവനായിട്ടുള്ള കുറച്ച് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് കൂടി പോകണ്ട, ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് നമുക്ക് മതിയാകും. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചിയായിരിക്കും, അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പരിപ്പുകളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്തിട്ട് അതിൻ്റെ ഒരു കളറ് മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ നീളത്തിലല്ലാട്ട് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളി ഒന്ന് വാടി വരണം, അതുവരെ നമ്മളിത് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചീൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം ഉള്ളി ഇട്ടിട്ട് അതൊന്ന് വാടിയിട്ടാണ് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഒരുമിച്ചൊന്ന് ചേർത്തിട്ട് വാട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ഏകദേശം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഉണക്കമുളകുണ്ടല്ലോ അതൊന്ന് വറുത്തിട്ട് ഇത് പൊടിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്, എല്ലാവരുടെ അടുത്തും ഉള്ളതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചേർക്കണേ. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു നമ്മൾ ചില്ലി ഫ്ലേക്സിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച നമ്മൾ അവിലുണ്ടല്ലോ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ അവിലിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എത്രത്തോളം എടുക്കുന്നോ അത്രയും രുചിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിന്. അപ്പോൾ അതെല്ലാം ചേർക്കാൻ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരിത്തിരി കുറവായതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ചേർക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് മാത്രമേ വേണമെങ്കിൽ നമുക്ക് ചേർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവിലിൻ്റെയും തേങ്ങേൻ്റെയും എല്ലാ ഭാഗത്തും നമ്മൾ ചേർത്ത പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂട് കയറണം, അതുവരെ നിങ്ങളിതിങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. നമുക്കിത് ഒരു ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈ ഒരു സ്നാക്ക് നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്.
അതുപോലെ നമ്മൾ ഈ ഒരു അവിൽ കുതിർക്കാൻ വെച്ചതുകൊണ്ട് തന്നെ ഇതിൽ നല്ല ഒരു നമുക്ക് കുഴച്ചെടുത്തിട്ട് ഉരുള പോലെ ആക്കാൻ വേണ്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വേറെ ഒരു പൊടിൻ്റെയോ അതായത് ഗോതമ്പ് പൊടി അരിപ്പൊടി അങ്ങനെയൊന്നും നമുക്ക് ഇത് ബൈൻഡിങ്ങിനൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഏകദേശം കുഴഞ്ഞ പരുവത്തിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്നിങ്ങനെ കുഴച്ചെടുക്കാം. അതായത് ഈ അവിലിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ പച്ചമുളകും നമ്മൾ ചേർത്ത ചില്ലി ഫ്ലേക്സും ഇഞ്ചിയും ഒക്കെ ഒന്ന് എത്തണം. അപ്പോൾ അതുകൊണ്ട് ഒരു മാവ് പോലെ നമ്മളിതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളകളാക്കി എടുക്കാം, അല്ലെങ്കിൽ ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കണ്ണൂർ ഭാഗങ്ങളിലെ കൽമാസ് അതുപോലെ നമ്മളെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇത് എല്ലാം ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് ആവി കയറ്റാൻ വേണ്ടി മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാത്രത്തിലും കുറച്ച് എണ്ണ അടിയിൽ പുരട്ടണം, എന്നാലും നമുക്ക് ആവിക്ക് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ തണുത്ത് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടാണ് ആവിക്ക് വേവിച്ചെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവി കയറ്റിയാൽ മതിയാകും. അപ്പോൾ ഒരുപാടങ്ങ് വേവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഉള്ളിയും ഇഞ്ചിയും ഇതൊക്കെ അങ്ങ് വാട്ടിയെടുത്തതാണ്. അതുപോലെ തന്നെ നമ്മൾ അവിലും അതുപോലെ ചൂടാക്കി എടുത്തതാണ്. അതുകൊണ്ട് അത്രയധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നമുക്കിത് ടൊമാറ്റോ സോസ് ഒക്കെ കൂട്ടി കഴിക്കാം, അതുപോലെ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ട്രൈ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്